എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 27 കൽത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടോ. അപ്പോൾ അത് 6 കൽത്തപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 5 ശർക്കര ഇട്ടതും 1 വെള്ള കൽത്തപ്പാണ് കേട്ടോ. അപ്പോൾ ഈ 5 ഞങ്ങൾക്കല്ല, ഒരു വെള്ള കൽത്തപ്പവും ഒരു ശർക്കര ഇട്ടതും ഞങ്ങൾക്ക്, ബാക്കിയൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വെള്ളത്തിൽ അരി കുതിർത്തിയിട്ടുണ്ട്. ഞാനത് പലിച്ചക്ക് നീച്ചിട്ട് ഇടുകയാണ് കേട്ടോ. അങ്ങനെ അപ്പത്തിന് നേരം വെളുത്തിപ്പോൾ ഒരു 11:30 മണിയായിട്ടുണ്ട്. അരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചിട്ട് നമുക്ക് കുക്കറിൽ പാരാം. അപ്പോൾ അരി മിക്സിയിലിട്ടിട്ട് ചോറും ഏലക്കായും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ 6 ഒരുപാട് ഉള്ളിയൊക്കെ അരിയാണ്ട് വിചാരിച്ചിട്ട് ഉമ്മ രാവിലെ തന്നെ ഉള്ളിയും തേങ്ങയൊക്കെ അതിനെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് അങ്ങനെ ഞാനിവിടെ 1.5 നാഴിക്കൊരു 2-3 കരി ചോറൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നാഴി എത്ര എടുക്കണമെന്ന് വെച്ചാൽ പലരും നാഴിയും കുക്കറിൻ്റെ ഇതും നോക്കണം കേട്ടോ. കാരണം കുറച്ചൊക്കെ കട്ടിയും വേണം. പല കുക്കറും പല വിധമൊക്കെ. അപ്പം നമ്മളെ അതിനനുസരിച്ചൊരു ഏകദേശം കണ്ടിട്ട് അരി വെള്ളത്തിലിടണം. എന്നാലേ കുറച്ചേലേ കട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നല്ല ചേർക്കും വേണ്ട, തീരെ ചേർക്കാതെ അരക്കരുത്. ഇങ്ങനെ അരച്ചിട്ട് പിന്നെ നമ്മൾ ശർക്കരയും കൂടി പാരാണ്ടല്ലോ. ശർക്കരയിലും തന്നെ പിന്നെ വെള്ളമൊന്നും അധികം ചേർക്കരുത്. അധികം എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ പിന്നെ കട്ടിയാവരുത്. കുറച്ച് ലൂസാണ് ശർക്കര ഉരുക്കുകയാണെങ്കിൽ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ശരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 6 ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പത്തിന് രണ്ടാമത്തൊക്കെ ഞാൻ അരക്കുന്നുണ്ട് കേട്ടോ. കാരണം 2 കുക്കറിൽ പാരാച്ചിട്ട് വേഗം ആവാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുകിയിട്ട് ആ ചൂട് കൊടുക്കുക തന്നെ ഇതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം തന്നെ ഞാൻ ഇതിൽ പാർന്നിട്ട് ഇളക്കണമുണ്ട് കേട്ടോ. ചൂടാറാനൊന്നും വെച്ചിട്ടില്ല, പാർന്നിട്ട് അപ്പം തന്നെ ഇളക്കുകയാണ്. ഇനി ഇതിക്ക് തേങ്ങയും അപ്പസോഡയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് പാർന്ന് കഴിഞ്ഞാൽ പിന്നെ കുക്കറിൻ്റെ വിസിൽ നമ്മൾ ഊരി വെക്കണം. എന്നെങ്കിലാണ് അല്ലെങ്കിൽ കിടന്ന് തിളക്കുകയുള്ളൂ ചെയ്യുക. വിസിൽ ഊരി വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വേണം പിന്നെ അരച്ചെടുക്കാൻ. അരക്കല്ല, വേവിച്ചെടുക്കാൻ. ഒരു അരമണിക്കൂറിൻ്റെ മുന്നേ കുക്കർ തുറക്കുകയേ ചെയ്യരുത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ. അപ്പോൾ വെന്തില്ലെങ്കിൽ പപ്പടക്കോൽ കൊണ്ട് കുത്തി നോക്കിയിട്ട് പിന്നെ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കുക. അടി കരിയാതെ കുറഞ്ഞ തീയിൽ വേവിച്ചെടുത്താൽ നല്ലൊരു കൽത്തപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് തീ കുറച്ചിട്ട് വേണം. പാരുമ്പോഴും തീ കുറക്കണം നമ്മൾ. പിന്നെ തീ കൂട്ടുകയോ ചെയ്യണ്ട, എന്നെങ്കിലാണ് കരിയാതെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പാർന്നെടുക്കുക. ഒന്ന് പാർന്നാൽ പിന്നെ അടുത്തത് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ. രണ്ടെണ്ണത്തിൽ പാരുന്നുണ്ട്. പിന്നെ അതേപോലെ വെള്ള കൽത്തപ്പം ചെറിയ കുക്കറിൽ അതും പാരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തേനില്ല ഉള്ളിയൊക്കെ മൂപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, എൻ്റെ വക്കൊക്കെ കുറഞ്ഞ തീയിലാവുകൊണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനിതാ അടുത്തത് വെള്ള കൽത്തപ്പത്തിനുള്ളത് പാരാൻ നിൽക്കുകയാണ്. ഇങ്ങനെ വെള്ള കൽത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വക്ക് അതിൻ്റെ ഇങ്ങനെ വിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൽത്തപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ കവറിൽ റെഡിയാക്കിയിട്ട് കൊണ്ടു കൊടുക്കാനാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ കൽത്തപ്പം.